അല്ല, ലിയാഖത്ത് അലി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായം ഇതുവരെ സംഘടിതമായോ അല്ലെ ഒറ്റയായോ മറുപടി തരുന്നില്ല. അങ്ങനെ മറുപടി തരാൻ ലിയാഖത്ത് അലി ആരാണ്? പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി ലിയാഖത്ത് അലി എന്നെ ഫോണിൽ വിളിച്ചു. എന്നെ അദ്ദേഹം ഫോണിൽ വിളിച്ചതിൻ്റെ ഉദ്ദേശം, നിലവിൽ ഷഫീന ബീബിക്കും ലിയാഖത്ത് അലിക്കും ഇടയിൽ നടക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷഫീന ബീബിയെ മുമ്പിൽ നിർത്തി കളിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ടെന്നും ആ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും സംരക്ഷകനും തലവനും ആ ഗ്രൂപ്പിന് ഫണ്ട് ചെയ്യുന്നതും ഞാനാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇന്നലെ രാത്രിയിൽ ലിയാഖത്ത് അലി എന്നോട് ഫോണിൽ സംസാരിച്ചത്. അതിന് ഞാൻ കൊടുത്ത മറുപടി ഒരു വെല്ലുവിളിയാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ മനുഷ്യരെയും സാക്ഷി നിർത്തി ആ വെല്ലുവിളി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായി എനിക്ക് ബന്ധമുണ്ടെന്നും ആ ഗ്രൂപ്പിന് ഫണ്ട് ചെയ്യുന്നത് ഞാനാണെന്നും ലിയാഖത്ത് അലി തെളിയിച്ചാൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശിയായ യൂസുഫ് മകൻ ഹസൻ എന്ന ഞാൻ, ഡെയിലി ഡാഷ് മലയാളം യൂട്യൂബ് ചാനൽ നടത്തുന്ന ഈ ഞാൻ എൻ്റെ ചാനൽ പൂട്ടി ആ ചാവി ലിയാഖത്തിന് തന്നിട്ട് ലിയാഖത്ത് പറയുന്ന പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. മറിച്ചാണെങ്കിൽ ലിയാഖത്ത് എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധവും പച്ച നുണയും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അത് തെളിഞ്ഞാൽ, ലിയാഖത്ത് അലി ആ ചാനൽ എനിക്ക് തന്നിട്ട് ഞാൻ പറയുന്ന പണിയെടുക്കാൻ തയ്യാറാകുമോ? നേരിട്ടുള്ള വെല്ലുവിളിയാണ്. നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത അതിമഹാനായ മഹത്തായ ഒരു സംഭവമാണ് ഞാനെന്ന് സ്വയം പൊക്കിപ്പറയുന്ന ലിയാഖത്ത് അലി എൻ്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി ഞാനും ലിയാഖത്ത് അലിയും തമ്മിലുള്ള ആ ഫോൺ സംഭാഷണം നിങ്ങളുമായി പങ്കുവെക്കുന്നു. കേൾക്കുക, വിലയിരുത്തുക. ഹലോ. ഒരു മിസ് കോൾ വന്നിരുന്നു. പേര് ഹസൻ. ഹസൻ. എന്റെ പേര് പറയാൻ ചിലപ്പോ നിങ്ങൾക്ക് അറിയായിരിക്കും. ലിയാഖത്ത് അലി എന്നാണ്. പറഞ്ഞോളൂ. നിങ്ങളും എന്റെ അനിയനും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഞാൻ കേട്ടു കിടക്ക്. പിന്നെ അതിനുശേഷം അനിയന്റെ അടുത്താണ് ഞാൻ ഫോൺ നമ്പർ മേടിക്കുന്നത്. ശരി. ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഞാൻ ദേഷ്യപ്പെട്ട് ചോദിക്കില്ല, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുക. ഏകദേശം അറിഞ്ഞിട്ടാ വിളിക്കുക, നേരിട്ട് ചോദിക്കുക എന്നുള്ള രീതിയാണല്ലോ. താരതമ്യേന ആ കൂട്ടത്തില് കുറച്ച് മാന്യമായിട്ട് അനിയനോട് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നി. അതെന്താണ് ഞാൻ വിളിച്ചത്. നിങ്ങൾക്ക് ആ സംഭാഷണം കേട്ടിട്ട് ആക്ച്വലി അല്ല, ലിയാഖത്ത് അലിക്ക് ആ സംഭാഷണം കേട്ടിട്ട് എന്താ തോന്നിയത്? അല്ല, എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഒരു ഭാഗത്ത് മാന്യത പറയുകയും മറുഭാഗത്ത് വേറൊരു തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിക്ക് നിങ്ങൾ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി ഫണ്ട് ചെയ്യുകയും ചെയ്യുമ്പോ നിങ്ങൾ ഒരാളല്ല ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് ആ മെമ്പേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഏകദേശം ചിത്രം എന്താണ് അവർ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും അപക്വമായ ഇടപെടലുകളോ അപക്വമായ പ്രതികരണങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങൾ അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങളാണ് അവരെ ഫണ്ട് ചെയ്യുന്നത്. നിങ്ങളൊരു കൂട്ടം ആളുകളുണ്ട്, അത് ആരൊക്കെയാണെന്നുള്ളതിന് ഏകദേശ പിക്ചർ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ കോമൺ ആയിട്ട് പങ്കുവെക്കുന്ന ഒരു ആദർശമുണ്ട്. അപ്പൊ ഇതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചതായിരിക്കാം മേ ബി, അല്ലെ? എന്ത് യാദൃച്ഛികത? അല്ല, ചിലപ്പോ യാദൃച്ഛികമായിട്ട് ഇവരിങ്ങനെ ഒരു കൂട്ടത്തിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പിൽ അവരെത്തിപ്പെട്ടതായിരിക്കാം. എന്തായാലും ലിയാഖത്ത് അലിക്ക് എന്നെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് നിങ്ങളുടെ ഈ രണ്ട് വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഫണ്ട് ചെയ്യുന്ന ആള്, ഒരു കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന, അതൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എനിക്കത് തിരുത്താൻ വലിയ താല്പര്യമില്ല. നിങ്ങൾ അങ്ങനെ വിചാരിച്ചെങ്കിൽ അങ്ങനെ വിചാരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. നടക്കുന്ന ഒരാൾ ഇത്താത്താന്ന് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ ബഹുമാനത്തോടുകൂടി ഇടപെടുന്ന ഒരാള് മറ്റു വ്യക്തികളെ കുറിച്ച് സമൂഹത്തിൽ എന്നെ കുറിച്ചും എന്റെ വീട്ടിലും കയറിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിൽ കയറുക മീൻസ് വീട്ടില് പിന്നെ കാലുകുത്തിയെ നടന്നു കയറുക എന്നുള്ളതല്ല, സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ, അതിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം. അവരുടെ ഭാഗത്ത് നിന്ന് ലിയാഖത്ത് അലി ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നിങ്ങൾ അപക്വത എന്ന് പറയുന്നത്. ലിയാഖത്ത് അലി, അവരുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമാണ്. അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. അത് അവരുടെ ഷഫീന ലിയാഖത്ത് അലി അല്ല നിങ്ങൾ ഇപ്പോഴാണ് ഒരാളുടെ പേര് പറഞ്ഞത്. ഈ സംഭാഷണത്തിനിടയിൽ ആദ്യമായിട്ട് നിങ്ങൾ ഇപ്പോഴാണ് ഒരു പേര് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ലിയാഖത്ത് അലി ഞാൻ ഒരു കാര്യം പറയാം. ലിയാഖത്ത് അലി എന്നിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചതെങ്കിൽ ഞാൻ പറയാനുള്ളത് കേൾക്കാൻ, അപ്പൊ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സൗമനസ്യം നിങ്ങൾ കാണിക്കണം. നിങ്ങൾക്ക് എന്നിൽ നിന്നും എന്താണ് അറിയാനുള്ളതെന്ന് എനിക്കറിയില്ല. ഇനി എന്താണെങ്കിലും ഞാൻ നിങ്ങളുടെ സഹോദരനുമായി ബന്ധപ്പെട്ടത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു വിവാദം നിലനിൽക്കെ ഞാൻ നിങ്ങളുടെ സഹോദരനുമായി ബന്ധപ്പെട്ടു എന്നുള്ളത് ശരിയാണ്.
ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ നിങ്ങളുടെ സഹോദരനെ കുറിച്ച് ഉണ്ടായിരുന്നത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയിട്ടും മുസ്ലിം സമുദായത്തിനെതിരെ നിങ്ങൾ നടത്തുന്ന അക്രമങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്, അതല്ലെങ്കിൽ നിങ്ങളെ ബഹിഷ്കരിച്ചു എന്ന് അവർ പറയുന്നത് വെറുതെയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബം തന്നെയാണ് എന്ന് വിചാരിച്ചിട്ടാണ് സ്വതക്കത്തുള്ളയുമായി ഞാൻ സംസാരിച്ചത്. കുറച്ച് സംസാരം പൂർത്തിയായി കഴിഞ്ഞു. രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അത്രയും കാര്യത്തിൽ വ്യക്തത കുറവുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ പിന്നെ ഒരു വിവാദം നടക്കുന്ന പശ്ചാത്തലത്തിൽ എന്റെ അനിയനെ ബന്ധപ്പെട്ടു എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. അതെ. രണ്ടാമത്തത് എന്റെ അനിയനെ കുറിച്ചുണ്ടായിരുന്ന നിങ്ങളുടെ ധാരണ എന്ന് പറയുന്നത് ഞാൻ ഇസ്ലാമിനെതിരെ നടത്തുന്ന വിമർശനങ്ങളിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ്, ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ അക്രമം പ്രവർത്തിക്കുമ്പോൾ എന്നാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് എന്തായിരുന്നു ആ വിവാദം എന്നുള്ളതും, രണ്ട് ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയുള്ള അക്രമ പ്രവർത്തനം എന്താണെന്ന് പറയാം. അക്രമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരാളെ കായികമായി നേരിടുന്നത് മാത്രമല്ല അക്രമം. മുസ്ലിം സമുദായത്തെ വെറുക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളും അക്രമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. മനസ്സിലായില്ല എനിക്ക്, നിങ്ങൾ പറഞ്ഞോളൂ. അതിന് ഓരോ ഉദാഹരണം പറയും. അത് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. സമൂഹത്തെ വെറുക്കാൻ വേണ്ടി ഞാൻ നടത്തിയുള്ള ഒരു പ്രവർത്തനം ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം, ഞാനിപ്പോൾ നിൽക്കുന്നത് പിന്നെ പാലക്കാട് ജില്ലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ പാലക്കാട് ജില്ലയിൽ കോതകുറിശി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം വീടാന്തരം കയറി ഇറങ്ങി ഈ പറയുന്ന പോലെ പ്ലംബിംഗ് വർക്കുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ വോയിസ് ഇപ്പോഴും എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വോയിസിൽ സംസാരിക്കുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ നേരിട്ടൊരു ബന്ധമില്ല, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളെപ്പോലുള്ളവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിഭാഗീയതയും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ലിയാക്കത്തടക്കമുള്ളവർ, ലിയാക്കത്തെ ഞാൻ പറയുന്ന കേൾക്കൂ സഹോദര, ലിയാക്കത്തടക്കമുള്ളവർ ലിയാക്കത്തലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തിപരമായി നേരിട്ട് ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങൾ അതിനകത്തൊരു മെമ്പർ മാത്രമാണ്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ലിയാക്കത്ത് അതിനകത്ത് വരും, ജാമിദ വരും, ആരിഫ് വരും, അങ്ങനെയുള്ളവർ വരുന്നുണ്ട്. എങ്ങനെ? ഓ, ദുബായ് എന്ന സിറ്റിയെ കുറിച്ച് അറിയാൻ അവിടെ പോയി കാണണമെന്നില്ലല്ലോ ലിയാക്കത്തെ. അപ്പൊ കോതകുറിശിയിലുള്ള ഈ സഹോദരൻ പറഞ്ഞത് ഇത്തരത്തിൽ നിങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ വിഭാഗീയതയുടെ അനന്തര ഫലം അനുഭവിക്കുന്ന ഒരാളാണ്. ഞാൻ ചോദിച്ചു എന്താണ്, വ്യക്തമായി പറയൂ. അദ്ദേഹം പറഞ്ഞത് പറയട്ടെ, ഞാൻ ചോദിച്ചു എന്താണ് അത് തുറന്നു പറയാൻ പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ സ്ഥിരമായി പോകുന്ന വീടുകളുണ്ട്, വർഷത്തിൽ 1-2 തവണ പോയി പണി ചെയ്യുന്ന വീടുകളുണ്ട്. ആ വീടുകൾ പലരും അഹിന്ദുക്കളാണ്, പിന്നെ അമുസ്ലിമികളാണ്. അവരിൽ പലരുടെയും സമീപനത്തിൽ വന്ന മാറ്റം ചിലർ അദ്ദേഹത്തിനോട് പരസ്യമായി തന്നെ ചോദിച്ചു. ഞങ്ങൾ അടുത്ത കാലത്താണ് ലിയാക്കത്തലിയുടെയൊക്കെ വീഡിയോ കാണാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായത്. നിങ്ങളൊക്കെ വലിയ പ്രശ്നമുള്ള ആളുകളാണ്, നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു മുഖമാണ് നിങ്ങൾക്ക് എന്ന് ഞങ്ങളിൽ പലരും തിരിച്ചറിഞ്ഞു എന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആ സാധു മനുഷ്യൻ നിസ്സഹായനായി പോയിട്ട് അദ്ദേഹം പറഞ്ഞത്, എത്രയോ വർഷമായി നമ്മൾ തമ്മിൽ ഒരു നാട്ടിൽ ജീവിക്കുന്നു, എത്രയോ കാലങ്ങളായി നമ്മളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നു, സാമ്പത്തികമായി സഹായിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? മാനസികമായി നിങ്ങൾ മനസ്സുകൊണ്ട് ഞങ്ങളാരും നിങ്ങളെ ആരും വെറുത്തിട്ടില്ല, അങ്ങനെ വെറുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുമില്ല. ഞങ്ങൾ നിങ്ങളോട് എങ്ങനെ ഇടപഴകുന്നു, എങ്ങനെ നിൽക്കുന്നു അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഞങ്ങളെക്കുറിച്ച് മറ്റുള്ളവരാരെങ്കിലും, അത് ഞങ്ങളുടെ മതത്തിലുള്ളവരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവർ പടർത്തുന്ന വിദ്വേഷങ്ങളിൽ ദയവ് ചെയ്ത് നിങ്ങൾ വലിച്ചിടരുത്. അതൊരു ന്യൂനപക്ഷം മാത്രമാണ്. ലിയാക്കത്തലിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇയാളുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ആ സഹോദരൻ എന്നോട് സംസാരിച്ചത്. ഇയാളുടെ സഹോദരൻ പേര് ഇങ്ങനെയൊന്നുമല്ല. കോതകുറിശിയിലെ ഈ അവസ്ഥ, ഈ ദുരവസ്ഥ നേരിട്ട വ്യക്തി, ആ വ്യക്തിയുടെ നമ്പർ തരും, അല്ലെങ്കിൽ നമുക്ക് അയാൾ നേരിട്ട് പോയി. അല്ല, ഞാൻ ആ വ്യക്തിയുടെ നമ്പർ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് ഞാൻ തരാം, അതെനിക്ക് പ്രശ്നമല്ല. പറയട്ടെ സുഹൃത്തെ, ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോ പറഞ്ഞ കഥ ഞാൻ കേട്ടല്ലോ, ഈ പറഞ്ഞ കഥ കേട്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഈ കോതകുറിശിയിൽ ഇങ്ങനെ ഒരു ദുരനുഭവം നേരിട്ട ഒരു അമുസ്ലിം സഹോദരനിൽ നിന്ന് ഇത്തരം ഒരു വാക്ക് കേട്ട മുസ്ലിം സഹോദരനാണ്. ആ മുസ്ലിം സഹോദരനെയും ഈ അമുസ്ലിം സഹോദരനെയും നേരിട്ട് കാണാനോ ഒരു ടെലികോളില് കോൺഫറൻസ് കോളിൽ എടുക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? എത്ര സമയമാണ്? ഇല്ല, എനിക്ക് കഴിയില്ല. ഞാൻ വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് വേണേ നമ്പർ തരാം. അദ്ദേഹത്തോടല്ല, ഈ രണ്ടുപേരും, അതായത് ഈ ഹിന്ദു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണല്ലോ. ആയിക്കോട്ടെ, അത് ഹിന്ദു സഹോദരനാണോ ക്രൈസ്തവ സഹോദരനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറയട്ടെ. ഇനി ഇങ്ങനെ അവര് പറയുമ്പോ ലിയാക്കത്ത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞപ്പോ ലിയാക്കത്ത് പറഞ്ഞപ്പോ എന്താണ് മനസ്സിലായത് അത് ചോദിച്ചോ? ലിയാക്കത്തലി, നിങ്ങൾ പിന്നെ യൂട്യൂബ് വഴി നടത്തുന്നത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയണം. അതാണ് ഈ പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെയാണ്. ലിയാക്കത്തലി,
നിങ്ങൾ വരികൾക്കിടയിൽ വായിക്കാൻ നിൽക്കണ്ട. ഒന്നെങ്കിൽ ലിയാഖത്ത് അലി നമ്പർ തെറ്റി എന്നെ വിളിക്കുന്നു, ഒന്നെങ്കിൽ ലിയാഖത്ത് അലിക്ക് ആള് മാറി ലിയാഖത്ത് അലി എന്നെ വിളിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ ആരോ പറഞ്ഞു പിടിപ്പിച്ച നുണകളുമായി ലിയാഖത്ത് അലി എന്നെ സമീപിച്ചു. രണ്ടാണെങ്കിലും ലിയാഖത്ത് അലിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഹസൻ എന്ന് പേരുള്ള കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശിയായ ഞാൻ, ഡെയിലി ഡാഷ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഞാൻ ഏതെങ്കിലും തരത്തിൽ എങ്ങനെ കരുനാഗപ്പള്ളി സ്വദേശിയാണ്, ഡെയിലി ഡാഷ് മലയാളം യൂട്യൂബ് ചാനൽ നടത്തുന്ന ഞാൻ ആയിക്കോട്ടെ, അത് തന്നെ. പിന്നെ ആ ഡെയിലി ഡാഷ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഞാൻ പറയട്ടെ ലിയാഖത്തെ, നിങ്ങളൊന്ന് കേൾക്കൂ സഹോദര, നിങ്ങളൊന്ന് കേൾക്കൂ. ആ ചാനൽ നടത്തുന്ന ഞാൻ ലിയാഖത്ത് അലി എന്ന ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയ ഒരു മുർത്തദിനെ ഏതെങ്കിലും രീതിയിൽ പൂട്ടാനോ അതല്ലെങ്കിൽ തിരിച്ചയാളെ മാനസാന്തരപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം ഞാൻ നടത്തി എന്ന് നിങ്ങൾ തെളിയിച്ചാൽ, അതിൽ ഞാൻ ഫണ്ട് കൊടുത്തുവെന്നോ അല്ലെ ഫണ്ട് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിനോടൊപ്പം ചേർന്നു എന്നൊക്കെ താങ്കൾ തെളിയിച്ചാൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാം ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇവിടെ ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടൊപ്പം ചേരുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇതുവരെ ചേർന്നിട്ടില്ല. ഞാൻ ചേർന്നു എന്ന് ലിയാഖത്ത് അലി തെളിയിച്ചാൽ എന്റെ 40,000 ഫോളോവേഴ്സ് ഉള്ള ചാനൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. തിരിച്ചാണെങ്കിൽ ലിയാഖത്ത് അലി ഇത് ചെയ്യുമോ? അല്ല തിരിച്ചാണെങ്കിൽ ലിയാഖത്ത് അലി ഇത് ചെയ്യുമോന്നാ ചോദിച്ചത്. നിങ്ങൾ ലിയാഖത്ത് അലി, എനിക്ക് നിങ്ങൾ മതം ഉപേക്ഷിക്കാനുണ്ടായ കാരണങ്ങൾ കേൾക്കാൻ ഒരു താല്പര്യമില്ല. നിങ്ങൾ ഈ വിഷയം പറയൂ. ഞാൻ എന്താ പറഞ്ഞത്, മതവിശ്വാസം നഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യനെ കുടുംബം ബഹിഷ്കരിക്കാനും വീട്ടിൽ നിന്ന് പുറത്താക്കാനും അയാളുടെ ജീവിതം വഴിമുട്ടിക്കാനും അയാളുടെ വ്യക്തിപരമായി പിന്നാലെ കൂടി ആക്രമിക്കാനും കാരണമാകുന്നുണ്ട് ഈ നമ്മുടെ നാട്ടിൽ. അത് അവസാനിക്കുന്ന ഒരു ഘട്ടം വരുന്നത് വരെ മതവിമർശനം തുടരും. അത് അവസാനിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ലിയാഖത്ത് അലി ഞാൻ അതിനകത്തൊന്ന് കോട്ട് ചെയ്തോട്ടെ. അത് അവസാനിക്കണമെങ്കിൽ ഇനി ഒരു ലിയാഖത്ത് അലി ഈ നാട്ടിൽ ഉണ്ടാവരുത്. അതായത് മതം ഉപേക്ഷിച്ചാൽ ആ വഴി തിരഞ്ഞെടുത്ത് പോകണം, അല്ലാതെ തിരിഞ്ഞു വന്നും പിന്നെ മുസ്ലിങ്ങളുടെ പിറകിൽ ടോർച്ചടിച്ച് നടക്കരുത് ലിയാഖത്ത് അലി. നിങ്ങൾ മുസ്ലിങ്ങളുടെ പിറകിൽ എന്തിന് ടോർച്ചടിച്ച് നടക്കുന്നു? അല്ലല്ല, ലിയാഖത്ത് അലി എന്നെ ഭയപ്പെടുത്തുന്നു. നിങ്ങളുടെ ഭയത്തിന് ലിയാഖത്ത് അലി എന്നല്ല, ലിയാഖത്ത് അലി ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താണ് നേരിടാൻ പോകുന്നതേ ഉള്ളൂ, അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളെന്ന്. ലിയാഖത്ത് അലിക്ക് എന്നെ ഭയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ അതിനുവേണ്ടി സമയം പാഴാക്കരുത്. നിങ്ങൾ കാര്യം പറഞ്ഞോളൂ. അപ്പൊ കാര്യം പറഞ്ഞോളൂ. അല്ല അതാ പറഞ്ഞു. ലിയാഖത്ത് അലി ആരാണ്? ലിയാഖത്ത് അലിക്കെതിരെ ഇവിടുത്തെ മുസ്ലിം സമുദായം മറുപടി തരാൻ ലിയാഖത്ത് അലി ആരാണ്? ലിയാഖത്ത് അലിക്കെതിരെ ലിയാഖത്ത് അലി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായം ഇതുവരെ സംഘടിതമായോ അല്ലെ ഒറ്റയായോ മറുപടി തരുന്നില്ല. അങ്ങനെ മറുപടി തരാൻ ലിയാഖത്ത് അലി ആരാണ്? അതിന്റെ ആവശ്യമില്ലേ? ഇല്ലില്ല, തീർച്ചയായും ആവശ്യമില്ല. മുസ്ലിങ്ങൾക്ക് സമയം പാഴാക്കാനില്ല. അതേ സമയത്ത് ലിയാഖത്തിനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി, ലിയാഖത്തിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇവിടെ മതസ്പർദ്ധ, എനിക്കെതിരെ മുസ്ലിങ്ങളായിട്ടുള്ള ഒരു വിഭാഗം ആളുകളെ വൈകാരികമായി ഇളക്കിവിട്ട് എനിക്കെതിരെ ഒരു അക്രമം പ്രവർത്തിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് നടക്കുന്ന പ്രവർത്തനത്തിൽ അതിൽ ഏജൻസി പണി വരെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് മറുപടി പറയണം. ഞാൻ ഓരോന്നായിട്ട് എന്നാ കേട്ടോളൂ. അതിന്റെ മറുപടി പറഞ്ഞിട്ട് പോയാലോ? അല്ല, അതിന്റെ മറുപടി പറഞ്ഞിട്ട് പോയാലോ? ലിയാഖത്ത്, നമ്മൾ കാട് കയറി സംസാരിക്കണ്ട. അല്ല ലിയാഖത്ത് അലി, ലിയാഖത്ത് അലി ചോദിച്ച ചോദ്യത്തിന് ഒരേത്തിന് മറുപടി പറഞ്ഞാൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതായത് അതെ, അവഗണിക്കേണ്ടതാണ്. അപ്പൊ അതിനുള്ള മറുപടി പറയാം. ഈ മുസ്ലിം സമുദായത്തിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു നേതൃത്വമുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം അവരുടെ പ്രവാചകരെയും അവരുടെ ദൈവത്തെയും ഒക്കെ നിരന്തരം അപകീർത്തിപ്പെടുത്തുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അവർക്ക് വല്ലാത്തൊരു വികാരമുണ്ടായി അവരേതെങ്കിലും രീതിയിൽ നിങ്ങളെ മോശപ്പെടുത്തുകയോ നിങ്ങളെ തെറി വിളിക്കുകയോ അതല്ലെങ്കിൽ അവർ കുറച്ച് പേര് ഒരു ഗ്രൂപ്പ് ആയിക്കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുകയൊക്കെ ചെയ്താൽ അത് നിങ്ങളെ പരിഗണിക്കേണ്ടതില്ല, നിങ്ങളെ അവഗണിക്കേണ്ടതാണ്, നിങ്ങളൊരു കീടമാണ് എന്ന പൊതു നിലപാടെടുത്തിരിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഉത്തരവാദിത്തമില്ല അവരുടെ കാര്യത്തിൽ. മനസ്സിലായോ? സമൂഹ താമസിയാതെ മനസ്സിലാക്കും. ആയിക്കോട്ടെ. നമുക്ക് എല്ലാവരെ കുറിച്ച് മനസ്സിലാവും.
എല്ലാവരും മനസ്സിലാക്കട്ടെ. അതേ സമയത്ത് മതസമൂഹം പൊതുവിൽ അവഗണിക്കാൻ തീരുമാനിച്ച ഒരു സംഘത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നുണകൾ അസഭ്യവും നുണയും തെറിയും വീട്ടിലിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള 90 കഴിഞ്ഞ ഉമ്മയെ വരെ അധിക്ഷേപിച്ചുകൊണ്ട് അത് പറയാനുള്ള യോഗ്യത ലിയാഖത്ത് അലിക്കില്ല. അത് പറയാനുള്ള യോഗ്യത ലിയാഖത്ത് അലിക്കില്ല. നിങ്ങൾ പിന്തുണയ്ക്കുകയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും മുസ്ലിം സമൂഹം അവഗണിക്കണമെന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയെ വ്യക്തിയായിട്ട് ചെയ്യാനും തെറി പറയാനും നുണ പറയാനും ആ വ്യക്തിയെ സമൂഹത്തിന് മുമ്പിൽ അധിക്ഷേപിക്കാൻ വേണ്ടി എന്ത് നുണയും പറയാൻ ഒരു സംഘം ഒരാളെ ഏർപ്പാടാക്കുകയും അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ചെയ്യും എന്ന് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? എന്തിനു ലജ്ജിക്കണം? ലിയാഖത്ത് അലി മുസ്ലിം സമുദായത്തിനോട് ചെയ്ത അക്രമങ്ങളും ലിയാഖത്ത് അലി മുസ്ലിം സമുദായത്തിനോട് ചെയ്ത അക്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും മറ്റൊരു വിഭാഗത്തെ മുസ്ലിങ്ങൾക്കെതിരെ വഴിതിരിച്ചുവിടാൻ നടത്തുന്ന പച്ചയായി പറഞ്ഞ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരാൾ പോരാടാൻ ഇറങ്ങുമ്പോൾ അയാളുടെ വായിൽ നിന്ന് കുറച്ച് തെറികൾ വന്നിട്ടുണ്ടെങ്കിൽ കൃഷിയിലേക്ക് പടർന്നു കയറിയ കള പോലെ മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. അത് ലിയാഖത്ത് അലിയോട് ഷെഫീന പേരെടുത്ത് പറയാം. ലിയാഖത്ത് അലിയോട് ഷെഫീന ബീബി നേരിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ലിയാഖത്ത് അലി ഷെഫീന ബീബിയോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയമായതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനില്ലാത്തത് കൊണ്ട് എന്നെ വിളിച്ചതല്ലേ? അല്ലെ? ലിയാഖത്ത് അലി ഷെഫീന ബീബിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ലിയാഖത്ത് അലി എന്തുകൊണ്ട് ഷെഫീനാണ് ചോദ്യം? ലിയാഖത്ത് അലി എന്തുകൊണ്ട് ഷെഫീന ബീബിക്ക് മറുപടി പറയുന്നില്ല? ലിയാഖത്ത് അലി എന്ന വ്യക്തിയെ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ലിയാഖത്ത് അലി എന്ന വ്യക്തി ലിയാഖത്ത് അലി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ലിയാഖത്ത് അലി എന്ന വ്യക്തിയെ അയാളുടെ കപടമുഖം വലിച്ചു കീറി പൊതുജന മധ്യത്തിൽ നിർത്താൻ ഷെഫീന ബീബി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതിന്റെ പേരിൽ അവർ നടത്തുന്ന ഏതെങ്കിലും തെറിവിളികൾക്കോ മറ്റേതെങ്കിലും നിങ്ങളെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളെയോ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷെ നിങ്ങൾ തിരിച്ചത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല. ഷെഫീന ബീബിയോട് നിങ്ങൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ എന്റെ മുമ്പിൽ മാന്യത ഷെഫീന ബീബി അല്ല ലിയാഖത്ത് അലി ലിയാഖത്ത് അലി എന്റെ മുമ്പിൽ അഭിനയിക്കുന്ന ഈ വ്യക്തിത്വം തന്നെ കപടമാണ്. നിങ്ങൾക്ക് ഷെഫീന ബീബിക്ക് മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തേടി വന്നത്. ഓക്കെ, ആയിക്കോട്ടെ, ശരി, ബൈ. ഇത് ഏകദേശം 40 മിനിറ്റോളം ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണമാണ്. അത്രമേൽ പ്രസക്തമായ സംഭാഷണ ശകലങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വോയിസ് നിങ്ങളുമായി പങ്കുവച്ചത്. ലിയാഖത്ത് അലിയുമായുള്ള ഈ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹത്തെ ഏറെ ചൊടിപ്പിച്ച ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളിതുവരെയുള്ള എൻ്റെ ഇസ്ലാമിക വിമർശനത്തിൽ സംഘടിതമായോ ഒറ്റയായോ കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരോ മറ്റോ ഞാനുമായി സംവാദത്തിന് വരാനോ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ തയ്യാറാവുന്നില്ല. ഇത് നിങ്ങൾ മുസ്ലിങ്ങളുടെ ഇസ്ലാമിൻ്റെ ഭീരുത്വമല്ലേ കാണിക്കുന്നത്, ഒളിച്ചോട്ടമല്ലേ കാണിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതിന് ഞാൻ കൊടുത്ത മറുപടിയാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ ഇസ്ലാമിക സമൂഹം സംഘടിതമായോ ഒറ്റയായോ പണ്ഡിതന്മാരോ പാമരന്മാരോ സാധാരണക്കാരോ ആരുമായിക്കോട്ടെ താങ്കൾക്ക് മറുപടി തരണമെന്ന് ആവശ്യപ്പെടാൻ താങ്കൾ ആരാണ്? മുസ്ലിം സമുദായത്തിന് താങ്കൾക്ക് മറുപടി പറയാനുള്ള ഒരു ബാധ്യതയില്ല എന്ന് മാത്രമല്ല, താങ്കളെപ്പോലെയുള്ളവർക്ക് മറുപടി പറഞ്ഞ് പാഴാക്കാൻ മുസ്ലിങ്ങൾക്ക് സമയമേ ഇല്ല എന്നും ഞാൻ അദ്ദേഹത്തോട് ശക്തമായി പറഞ്ഞത് അദ്ദേഹത്തെ വല്ലാതെ ചൊടിപ്പിച്ചു. സത്യം പറഞ്ഞാൽ നുണകളുടെ ഒരു കൂമ്പാരവും തെറ്റിദ്ധാരണകളുടെ ഒരു കലവറയുമായിട്ടാണ് ലിയാഖത്ത് അലി എന്നെ സമീപിച്ചത്. അതിനെ സാധൂകരിക്കുന്ന ഒന്നാണ് ഞാൻ കരുനാഗപ്പള്ളി സ്വദേശിയാണെന്ന് പറഞ്ഞപ്പോൾ ലിയാഖത്ത് അലി എന്നോട് പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ അനിൽ മുഹമ്മദിൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ ഞാൻ സംശയിച്ചതുപോലെ തന്നെ ലിങ്കുകളൊക്കെ ഏതാണ്ട് സെയിമായി വരുന്നുണ്ട്. അതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാനും ഡോക്ടർ അനിൽ മുഹമ്മദുമൊക്കെ ചേർന്ന ഒരേ നാട്ടുകാർ ഈ പറയപ്പെട്ട രീതിയിൽ ഈ ഗ്രൂപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാവാം. സത്യം പറഞ്ഞാൽ അനിൽ മുഹമ്മദ് എൻ്റെ നാട്ടുകാരനാണെന്ന് ഞാൻ അറിയുന്നത് ഈ അടുത്ത കാലത്താണ്. ഒരുപക്ഷെ യൂട്യൂബിൽ പോലും അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്നെ അറിയാനുള്ള സാധ്യതയുമില്ല. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ലിയാഖത്ത് അലിയെ പോലെയുള്ളവർ നാട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുമ്പോൾ, ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന വ്യാജേന പച്ചയായ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുമ്പോൾ അലിയെ പോലെയുള്ളവർക്കെതിരെ എടുക്കേണ്ട നിലപാടുകളും സമീപനങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സെയിമായിരിക്കും. ഏതായാലും ഈ ഫോൺ സംഭാഷണം ലിയാഖത്ത് അലി അവസാനിപ്പിച്ചത്
ഒരു ഭീഷണിപ്പെടുത്തലിലൂടെയാണ്. ലിയാഖത്ത് അലിയെയും അയാളുടെ കുടുംബത്തെയും തകർക്കാൻ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം വളരെ ഗൂഢമായി ശ്രമിക്കുന്നു, അവരെ ഞാൻ കോടതി കയറ്റും, നിയമപരമായി ശിക്ഷിക്കും എന്ന വെല്ലുവിളിയും ഭീഷണിയും നിറഞ്ഞ സ്വരത്തിലാണ് അദ്ദേഹം ആ ഫോൺ അവസാനിപ്പിക്കുന്നത്. എന്നാൽ എന്നോട് മാന്യമായി ഒരു പരിധിവരെ വാക്കുകളിൽ മിതത്വം പാലിച്ച് സംസാരിച്ച ലിയാഖത്ത് അലി ഷെഫീന ബീബിയെക്കുറിച്ച് പറഞ്ഞത് ഇന്ന് സമൂഹത്തിൽ വലിയ ചർച്ചയാണ്. ഷെഫീന നാട് നീളെ കാണുന്നവർക്കൊക്കെ കിടന്നു കൊടുക്കുന്ന ഒരു സ്ത്രീയാണെന്ന ഏറ്റവും മോശമായൊരു പരാമർശമാണ് മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ ലിയാഖത്ത് അലി നടത്തിയത്. അതിൽ അങ്ങേയറ്റം അസ്വസ്ഥയായ ഷെഫീന ബീബി അവരുടെ രോഷം തിരിച്ച് പ്രകടിപ്പിച്ചത് നിങ്ങളുടെ ഉമ്മയെയും അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നിട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് മാന്യതയുടെ പര്യായമായി ചമഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല ലിയാഖത്ത്, നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്നും ആ വ്യക്തിത്വം എത്രത്തോളം കാപഢ്യം നിറഞ്ഞതാണെന്നും ഇന്ന് സമൂഹത്തിൽ ചർച്ചയാണ്. അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിനിടയിൽ പലതവണ താങ്കൾ എന്നെ തീവ്രവാദി എന്ന് വിളിച്ചു. നിങ്ങളെ എല്ലാവരെയും പൊയ്മുഖം വലിച്ചു കീറി പരസ്യമായി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കണമെന്ന ഉദ്ദേശത്തിൽ ഞാൻ നടത്തുന്ന യാത്രയും അതിനുവേണ്ടി എടുക്കുന്ന അധ്വാനവും ശരിയായ ദിശയിലാണ്. കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ടിടത്ത് തന്നെ കൊള്ളുന്നുണ്ടെന്ന് മനസ്സിലാക്കി തരാൻ താങ്കളുടെ ഈ ഫോൺ കോൾ എന്നെ സഹായിച്ചു. അതിന് താങ്കളോട് പ്രത്യേകമായി നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.